ഹേല ഗൈസ്, ദൃഢം മാർട്ടിൻ ജോസഫ് ഡയറക്റ്റ് ചെയ്തിട്ട് ഷെയ്ൻ നിഗം അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് ദൃഢം. പിന്നെ ഈ സിനിമ വന്നിട്ടില്ല തന്നെ ജിത്തു ജോസഫ് പ്രസൻസ് എന്നെല്ലാം പറയുന്ന സമയത്ത് ഷെയ്ൻ നിഗം ഉണ്ടല്ലോ, നമുക്ക് അത്യാവശ്യം കുറച്ച് പ്രതീക്ഷയിലാണ് ഈ പടത്തിന് പോയിട്ടുണ്ടായത്. പിന്നെ ഈ മാർട്ടിൻ ജോസഫ് ആയിരുന്നെങ്കിൽ പണ്ട് തൊട്ടേ ജിത്തു ജോസഫിൻ്റെ അസിസ്റ്റൻ്റ്, ഇപ്പോൾ കൂമൻ, ദൃശ്യം 2 പിന്നെ വേറൊരു പടത്തിലുണ്ടായിരുന്നു ജിത്തു ജോസഫിനെ പിന്നെ പണ്ട് തൊട്ടേ അസിസ്റ്റൻ്റ് ആണ് മാർട്ടിൻ ജോസഫ്. അപ്പം എന്തെങ്കിലും പുള്ളിക്കാരൻ ജിത്തു ജോസഫിന്റെ എന്തെങ്കിലും ഒരു കയ്യൊപ്പിയിൽ ഉണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ തമിഴിലത് അത്യാവശ്യം ഹിറ്റായ പോർത്തൊഴിൽ എന്ന് പറയുന്ന സിനിമേന്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ വിചാരിച്ച എല്ലാവരും കൂടി കോമ്പിനേഷൻ ആകുമ്പോൾ ഒരു സെലക്ഷൻ മോശം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷേ ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമേ ഈ തിയേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയേണ്ടി വരും. പടം തുടങ്ങുന്നത് ഷെയ്ൻ നിഗത്തിന്റെ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറാണ്, പുതുതായിട്ട് ഒരു സ്ഥലത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വരികയാണ്. പുള്ളിക്കാരൻ ചാർജ് എടുക്കുന്ന ഫസ്റ്റ് പോലീസ് സ്റ്റേഷനാണ് ഇത്. അപ്പോൾ അവിടെ ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് നടക്കുന്നത്, അതിൻ്റെ ഒപ്പം ഒരു ബാങ്ക് റോബറി നടക്കുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് പുതുതായിട്ടുള്ളൊരു പോലീസ് SI നിലയിൽ ഷെയ്ൻ നിഗത്തിന് ആ ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന കുറേ പ്രഷർ മുകളിലില്ല, അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റാത്തതും, പിന്നെ ഈ കേസ് അന്വേഷിക്കാൻ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പടം. മനസ്സിൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, അങ്ങനെയാണല്ലോ പടം. ഈ പടം തുടങ്ങിയിട്ട് ഇങ്ങനെ ഓരോ സീരീസ് ഓഫ് മർഡേഴ്സ് കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ അത് നമുക്ക് പക്ഷേ ഒരു പടത്തിലൊരു ഗ്രിപ്പ് നമുക്ക് കിട്ടുന്നില്ല. ആ കാണുന്ന സമയത്ത് ആ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടണ്ട, എന്നാലും നമുക്കൊരു പ്രേക്ഷക നിലയിൽ നമുക്കൊരു ത്രില്ലിംഗ് ഉണ്ടാവില്ല. കാരണം ഇങ്ങനത്തെ പടത്തിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പറഞ്ഞെങ്കിൽ ആ ഒരു ത്രില്ലിംഗ് എലമെൻറ്റ് കീപ്പ് ചെയ്യാതാവും. പക്ഷേ ത്രില്ലിംഗ് എലമെൻറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രില്ലിംഗ് എലമെൻറ്റ് ഉണ്ടായാലേ അത് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ പടം കാണുന്ന സമയത്ത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നില്ല. ഈ പടത്തിലൊന്നും ഉണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത്രയും നാൾ നമ്മൾ കണ്ട് ഇൻവെസ്റ്റിഗേഷൻ സിനിമേൻ്റെ ആ ഒരു പാറ്റേൺ തന്നെ ഇതും ഫോളോ ചെയ്തിട്ടുള്ളത്. സീരീസ് ഓഫ് മർഡേഴ്സ് നടക്കുന്നത്, ഈവൻസ് നടക്കുന്നത്, അതിന് ശേഷം ആ കൊലപാതകം ആരാന്ന് കണ്ടുപിടിക്കണം കുറേ ക്ലൂസെല്ലാം വെച്ചിട്ട്. ആ സെയിം പാറ്റേൺ തന്നെ അത് പുതുതായിട്ടൊന്നും ഇതിൽ കിട്ടുന്നില്ല. പക്ഷേ ആ പഴയ തന്നെ കാണുന്നതായാലും ആ ഒരു പുതിയൊരു ഡയറക്ടർ എന്നെല്ലാം പറയുന്ന സമയത്ത് കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ടായിന്. പക്ഷേ ആ എക്സ്പെക്ടേഷൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അത് അസ്ഥാനത്തായി തന്നെ പറയേണ്ടി വരും. ചില ആൾക്കാർ വില്ലൻ ആരാന്ന് ഗസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ചില ആൾക്കാർ ഓവർ വിനിയായിട്ട് പടത്തിന് സ്റ്റാർട്ടിങ് തൊട്ട് വരുന്ന സമയത്ത് നമുക്ക് അറിയാലോ മിക്കവാറും വരും എന്തെങ്കിലും ഉണ്ടാവുന്നില്ല സംഭവം. അങ്ങനെ പടം ഒരു ഓക്കെ ഇഷ് പടം. ഒരു പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല, ഒരു ഗ്രിപ്പില്ല. നമ്മൾ ആ ലാസ്റ്റ് വരെ ഈ പടം കാണണമെന്ന് വിചാരിക്കുന്ന ആരും ജിത്തു ജോസഫ് പ്രസൻസ് എന്നുള്ള ടൈറ്റിലൊന്നും വിചാരിച്ചിട്ട് അപ്പം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആരും പടം കാണാൻ പോണ്ട. ആ ലെവലിലെ പടമൊന്നുമില്ല ഇത്. ദൃശ്യം 3 ഇറങ്ങുന്നതിന് മുന്നേ ഹൈപ്പ് ഉറക്കാൻ വേണ്ടി ജിത്തു ജോസഫ് തന്നെ പ്രസന്റ് ചെയ്തൊരു പടം. അങ്ങനെ വേണം നമുക്ക് കൂട്ടാം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.